ഞാൻ ഈ 67 റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ 67 റിലേഷന്റെ കാര്യം പറയുമ്പോഴും അതില് രണ്ടെണ്ണത്തിനെ മനസ്സിൽ തട്ടി ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രയോ പോലീസുകാരികളെ കണ്ടിട്ടുണ്ടെന്ന് സിനിമയിൽ കണ്ടിട്ടുണ്ട്. കണ്ടോ ദേ, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഈ പോലീസ് ഡ്രസ് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് ഷാട്ടയത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവോ? പേടിയുണ്ടോ? പുള്ളിക്കാരനെ ഞാനെന്തിനാ പേടിക്കുന്നേ? പുള്ളിക്കാരന്റെ മനുഷ്യൻ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തമാശ ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ, അല്ലാതെ സീരിയസ് ആയിട്ട് എടുക്കുന്ന വീഡിയോസ് ഒന്നുമല്ല. പിന്നെ കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പം ഇതെന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറേ പേരുണ്ട്, റീല് ചെയ്യുന്നവരും അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അഭിലാഷ് അട്ടായം, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടുതലും ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണ് ഈ കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ മൊത്തമൊന്നും നമുക്കറിയാം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ഇതിനു വേണ്ടിയാണ് അവർ ഇതിനൊക്കെ ഇറങ്ങി തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. അതിൽ ഉള്ള ഒരാളാണ് ഇപ്പം ഞാൻ അവരെ പരിചയപ്പെടുത്താം. നമുക്ക് ആളെ ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ എറണാകുളം വന്നിരിക്കുകയാണ്, ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്ന റിയയാണ് ഇപ്പൊ എന്റെ പുതിയ നായിക. റിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല, നമ്മുടെ രേണുസുധിയുടെ ഡൂപ്പാണ് ഇന്ന് എന്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ വന്നോണത്. ഇപ്പൊ ആളും ഷൂട്ടിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ആളൊരു പുതിയൊരു വീഡിയോ ചെയ്തിരുന്നു, ദൃശ്യം ഏതാ 4. അപ്പൊ അതില് എന്നിട്ടാ എന്താ IPS പറഞ്ഞേ, ഒരു വേഷം ചെയ്തില്ലേ, പോലീസ് വേഷം. രേണു കുര്യൻ പുതിയ IPS വേഷം ചെയ്തിരുന്നു. അത് നല്ല സ്കോറായിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെയും സപ്പോർട്ട് ചെയ്യുക. ഇത് ദൃശ്യം 3 ഇറങ്ങി കഴിയുമ്പോൾ ദൃശ്യം 4 എന്ന് പറഞ്ഞ് ഇവർ കുറച്ച് കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ട് കഴിഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞാൽ പക്ക കോമഡിയാണ് കേട്ടോ. ഞാൻ പക്ഷേ അതിൻ്റെ ഈ ആൽബം പോലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവരിങ്ങനെ പറയുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ കുറേ സീൻസ് ആയിട്ട് ഇങ്ങനെ എടുത്തേക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ അഭിലാഷ് അട്ടായം കൂടെ ആയിട്ടാണ്. എനിക്ക് സത്യം പറയണ്ടല്ലോ, ഇവർ രേണുവിൻ്റെ ഡൂപ്പാന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് രേണുവിൻ്റെ ഷേപ്പ് തോന്നിയിട്ടില്ല കേട്ടോ, ഉള്ള സത്യം പറയാം. രേണുവിൻ്റെ ഷേപ്പോ രേണുവിൻ്റെ ആക്ഷനോ രേണുവിൻ്റെ രീതിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. രേണു വേറൊരാൾ, ഇവർ വേറൊരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ രണ്ടുപേർക്കും വലിയ വണ്ണല്ല. രേണു എന്ന് പറഞ്ഞാൽ വേറൊരു ക്യാരക്ടറാണ്, ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർ കൂടുതലും കോമഡി ആയിട്ടൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രേണു അങ്ങനെ കോമഡി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എല്ലാം ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ടുള്ള ഇതൊക്കെയാണ് രേണു അഭിനയിക്കുന്ന കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇവർ കോമഡി പക്ഷേ ഇവർക്ക് ചേരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ആക്ഷനും രീതിയൊക്കെ കാണുമ്പോൾ ഇവർക്ക് കോമഡി ചേരുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ദൃശ്യം 4 രേണു കുര്യൻ അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ, രേണു കുര്യനെ നമുക്കൊന്ന് കാണാം. സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഒരുപാട് ചിരി വന്നു കേട്ടോ. എന്നാന്ന് എനിക്കറിയാം, ഭയങ്കരമായിട്ടും ചിരി. എനിക്കത് കാണുമ്പോൾ ചിരി കേട്ടോ. ഇവരുടെ ആ ഒരു പോലീസ് വേഷം, ഈ ഒരു സീൻ കണ്ടാൽ ചിരിക്കാത്തവരും ചിരിച്ചു പോകും കേട്ടോ. നമ്മൾ പോലീസ് വേഷത്തിൽ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പോലീസ് വേഷത്തിൽ ഇല്ലേ, നമ്മൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കണ്ടിട്ടുണ്ട്, ഇന്ദ്രൻസിനെ കണ്ടിട്ടുണ്ട്, കൃഷ്ണൻകുട്ടി നായരെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം നമ്മൾ പോലീസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോലീസ് വേഷം ഒരു ഭയങ്കര വായ്പ കേട്ടോ, ഭയങ്കര അപാരമായി പോയി. നിങ്ങൾ നോക്കിക്കുക, ആ നടന്നു വരുന്ന ബരവ് കേട്ടോ. ആ നടന്നു വരുന്ന ബരവ് കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസുകാരും സഹിക്കുകയല്ല. ഇത് കണ്ടാൽ ആ തൊപ്പിയാണ് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, തൊപ്പി എവിടെ ഇരിക്കുന്നത് നോക്കിയേ, തെക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരിക്കുന്ന തൊപ്പി. അത് കഴിഞ്ഞ് ആ യൂണിഫോം ആണെങ്കിലും നിങ്ങൾ നോക്കി, സത്യം പറഞ്ഞാൽ ആ യൂണിഫോം തൂക്കിയെടുത്താൽ അവരുടെ ബോഡി വെയ്റ്റിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു യൂണിഫോമിന്. നമ്മൾ ഒരാളെ ബോഡി ഷെയിം ചെയ്യുമല്ല, നമുക്ക് ചേരുന്ന വേഷങ്ങൾ നമ്മൾ ചെയ്യുക. പോലീസ് ഓഫീസറായിട്ടാണേലും എന്നാണേലും, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ, നമ്മൾ ഇന്ദ്രൻസിനൊക്കെ വലിയ വണ്ണമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ അവർ പോലീസ് വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നടന്മാർ, ഓവർ വണ്ണം ഇല്ലാത്ത, വണ്ണം കുറഞ്ഞ കൃഷ്ണൻകുട്ടി നായർ, അവരൊക്കെ വലിയ വണ്ണമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ശരിക്കും പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു അപാര പോലീസ് വേഷമായിപ്പോയി. ചേരുന്ന വേഷം ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇവർ ഇതിനകത്ത് ഭയങ്കര സ്കെൽറ്റായിട്ട് തോന്നി കേട്ടോ. ഇത്രയില്ല. ഇപ്പോൾ ഇവർ വേറൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, കടമറ്റത്ത് കത്തനാറുടെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഇവർ ഇച്ചിരി കൂടെ ഒന്നും ആളായിട്ടുണ്ട് തോന്നി. ഇത് പക്ഷേ ഭയങ്കര അതും പറ്റിയൊരു ടീം. അഭിലാഷ് അട്ടായം ഈ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ നല്ലൊരു കലാകാരനാണ് ഈ അഭിലാഷ് അട്ടായം. നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്, നല്ല കഴിവുള്ള മനുഷ്യൻ. പക്ഷേ അങ്ങേർക്ക് തന്നെ അറിയത്തില്ല അങ്ങേരുടെ കഴിവ്. അതുകൊണ്ട് എന്നാണെന്നറിയാം, ഇങ്ങനെ കോമാളിത്തരം കാണിച്ച് അങ്ങേരുടെ ആ കലയെ നശിപ്പിച്ച് കളയുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല കഴിവുള്ള മനുഷ്യനാണ്. പാടാൻ കഴിവുണ്ട്, മിമിക്രി ചെയ്യാൻ കഴിവുണ്ട്, അഭിനയിക്കാൻ കഴിവുണ്ട്. പക്ഷെങ്കിൽ പുള്ളി സ്വയം കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. നമുക്ക് വേറൊരു പോലീസ് വേഷം കൂടെ കാണാവേ, രേണു കുര്യൻ്റെ. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ശ്രദ്ധിച്ചോണം. പോലീസിനെ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ, വേറെ ആരും ശ്രദ്ധിക്കട്ടോ. വേറെ അതിൻ്റെ പരിസരം ഒന്നും ശ്രദ്ധിക്കില്ല, പോലീസിനെ മാത്രം. ഞാൻ ഇവർക്ക് കോമഡി ചെയ്യാൻ നല്ല കഴിവുണ്ട് കേട്ടോ, നല്ല കഴിവുണ്ട്. ഇവരൊരു കോമഡി ആർട്ടിസ്റ്റായിട്ട് കയറി വരാമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇവർക്ക് സിനിമയിലൊക്കെ ആണെങ്കിലും ഒരു വേഷം കിട്ടും കോമഡി ആയിട്ട് വരാമെങ്കിൽ. നമുക്കിതൊന്ന് കാണാം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രയോ പോലീസുകാരികളെ കണ്ടിട്ടുണ്ടെന്ന് സിനിമയിൽ കണ്ടിട്ടുണ്ട്. കണ്ടോ ദേ,
ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഈ പോലീസ് ഡ്രസ്സിൽ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതുപോലെ ഒരു പോലീസ് കാര്യം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതേ യൂണിഫോമിന് ഗൗരവമാർന്ന, കാരണം എന്ന് വെച്ചാൽ ഗർജിക്കുന്ന സിംഹം എന്ന് തന്നെ പറയാം. മാഡം നമസ്കാരം. എന്താണ് ഈ പോലീസ് വേഷത്തിൽ നിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് കറക്റ്റ് പോലീസാണല്ലോ. എന്താണ് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ അധ്വാനം കൊണ്ടാണ് ഞാനൊരു IPS കാരിയായത്. എന്റെ അധ്വാനം കൊണ്ടാണ് ഞാനൊരു IPS കാരിയത്. അല്ല നിന്നെ പോലെ ഗുണ്ടകളെ പോലെ നടക്കുമല്ല ഞാൻ. അല്ല ഞാൻ ഞെട്ടിപ്പോയി മാഡം ഇത് കണ്ടിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കൈയും കാലം വരച്ചിട്ടല്ല. കാരണം ഇതുപോലത്തെ ഒരു പോലീസുകാരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മേഡം എന്താണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്? ഈ ഡ്രസ് ഇട്ടിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യും? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കള്ളത്തരങ്ങൾ കാണിക്കുന്നതും കൊള്ളയടിക്കുന്നവനെയൊക്കെ പിടിക്കാനാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഒരു കത്തി കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ ഒരു മാരക ആയുധമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കുവോ മാഡം? തീർച്ചയായിട്ടും തോപ്പിക്കോ? നല്ല ശക്തിയുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാണോ ഇങ്ങനെ യൂണിഫോം പറയുന്നത്? ട്രെയിനിങ് ഉണ്ടായിരുന്നില്ലേ? പിന്നെ രാജാനുഭാഗം ഒരാൾ വന്നാലും തോപ്പിക്കും അല്ലേ? എന്താണ് നിന്നെ പോലെ 10 പേര് വന്നാലും ഞാൻ അടിച്ചു വെക്കുമല്ലോ. മാഡം ഇങ്ങനെ വെല്ലുവിളിക്കരുത് കേട്ടോ. ഫൈറ്റില് എന്നെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല, മനസ്സിലായോ? വെല്ലുവിളിക്കാൻ കഴിവുണ്ടായിട്ടല്ലേ വെല്ലുവിളിക്കുന്നത്? വെല്ലുവിളിക്കോ? പിന്നല്ലാണ്ട് പിന്നെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഫൈറ്റ് നടക്കണം. ഫൈറ്റ് നടന്നേ പറ്റൂ, മനസ്സിലായോ? പിന്നല്ലാണ്ട് പിന്നെ അല്ല എന്നെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇടിക്കരുത്, മനസ്സിലായോ? തീർച്ചയായും. എന്നാലും മാഡം അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാൻ നമിച്ചു മാഡം, നമിച്ചു. ഇവിടെ വെച്ച് വേണമെങ്കിൽ നിനക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാം. എവിടെ വെച്ച് വേണമെങ്കിലും, ഗോദാവിൽ വെച്ചാണെങ്കിലും ഫൈറ്റ് ചെയ്യാം. അപ്പൊ വെല്ലുവിളിക്കുന്നു മാഡത്തെ. ഞാൻ വെല്ലുവിളിക്കുന്നു. നിന്റെ പല ആയതുകൊണ്ട് എനിക്ക് എന്താണ് കൈയെടുക്കും മാഡം, എടുക്കത്തില്ല തന്നെ പറഞ്ഞു. കൈയെടുക്കും മാഡം. ഞങ്ങൾ ഈ യൂണിഫോം ഒക്കെ എടുത്തിട്ട് പിന്നെ എന്ത് വേണം? ഞാൻ ഫൈറ്റ് ചെയ്യും. നീ ഫൈറ്റ് ചെയ്യും, നീ ഫൈറ്റ് ചെയ്യും. നിന്റെ പല ഇതൊക്കെ കണ്ട എങ്ങനെ നമ്മൾ ചിരിക്കാതിരിക്കുമെന്ന് പറയാം. ആ ചവിട്ടും തൊഴിയും ഒക്കെ നിങ്ങൾ കണ്ടോ? തൊബിയൊക്കെ തെറിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഈ അഭിലാഷം ഉണ്ടല്ലോ കുറേയൊക്കെ പെൺപിള്ളേരെ കോമാളികളാക്കാറുണ്ട് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ അവരങ്ങ് പറഞ്ഞ് പുകഴ്ത്തി കൊടുക്കും. അത് നിങ്ങൾക്കറിയില്ലെന്ന് തോന്നുന്നു, അതുങ്ങളെ കളിയാക്കുമെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു. അഭിലാഷിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അഭിലാഷ് അവർക്ക് ചേരുന്ന ഒരു വേഷം കൊടുക്കാതിരുന്ന് വെച്ചാൽ അവരെ അങ്ങ് പുകഴ്ത്തുമ്പോൾ അവരങ്ങ് അകസ്തോളം ഉയർന്നു പോകും. പക്ഷേങ്കിൽ അവരെ മറ്റുള്ളവർ മുന്നിൽ കോമാളി ആക്കണം. പക്ഷേ ഇതൊരു കോമഡി ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ല രസമാണ്. കാര്യം ഞാനിത് ചുമ്മാ എടുത്ത് വെച്ച് കണ്ട് കുറേ ചിരിച്ചു കേട്ടോ. അവർ ആ ഫൈറ്റ് നടത്തുന്ന ആ ഒരു സീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത്. കാര്യം ഒരു പോലീസ് ഓഫീസറുടെ നിസ്സഹായ അവസ്ഥയാണ് അവിടെ മനസ്സിലായത്. കാര്യം അത് ഇത്രയും തടിമാടം പോലെ ഇരിക്കുന്നൊരു കള്ളനാണോ എന്തോ ഏതാണ്ട് ഒരു ക്രിമിനൽ, അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ ഒരു പോലീസ് ഓഫീസർ ഇട്ട് ഇടിക്കുന്ന ഇടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇടിയായിപ്പോയി. ഇവരിങ്ങനെ കുറേ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവരുടെ ഇഷ്ടം, അവർക്ക് ഏത് വേഷം വേണമെങ്കിലും ചെയ്യാം. കാര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ ഉള്ള ഇവരൊക്കെ വളർന്നു വരുന്ന കലാകാരന്മാരെന്നൊക്കെ നമുക്ക് പറയാം. ചിലപ്പോൾ നമുക്ക് അറിയാനൊക്കത്തില്ല. രേണുവൊക്കെ ആദ്യം ഒന്നും അഭിനയിക്കാൻ അറിയാതെ വന്ന വ്യക്തിയാണ്. അവർക്ക് ഇത്രയും സോഷ്യൽ മീഡിയ ഫെയിം ആയതാണ്. അതുപോലൊക്കെ ഒരു സമയത്ത് വരുന്നു കൂടാന്നില്ല, വരാൻ സാധ്യതയുണ്ട്. അതിലേറെ പുള്ളിക്കാരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കേട്ട് നോക്കാവേ. ഇവരുടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇവർ സിനിമാ ഫീൽഡിലേക്ക് വരുന്നതും ഇവർക്ക് ഇതിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ആദ്യം ചോദിക്കുന്നതല്ല, ഇവരുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രണയത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എത്ര പ്രണയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? 67 പ്രണയം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. 67 പ്രണയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടിപ്പോവും ഇല്ലേ? 67 പ്രണയം എന്നൊക്കെ പറയുമ്പോൾ എന്നതാണ്, ചെറിയ കാര്യമൊന്നും അല്ലത്. 67 പ്രണയത്തിൽ പുള്ളിക്കാരി 2 പേരെ തേച്ചു. പുള്ളിക്കാരി 2 പേര് തേച്ചു, ബാക്കി 65 പേര് പുള്ളിക്കാരി തേച്ചു. അതൊക്കെ പറയുന്നത് ഇത് നമുക്ക് കേട്ടിച്ചു വരാം. എപ്പോഴാണ് ആദ്യത്തെ പ്രണയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇല്ല, ഇപ്പൊ പറഞ്ഞു വന്ന ഇപ്പഴങ്ങ് നിക്കത്തില്ല കേട്ടാ. കുറച്ച് ആദ്യത്തെ ഫസ്റ്റ് പ്രണയം, മറക്കാൻ പറ്റാത്ത പ്രണയം, ചതിക്കപ്പെട്ട പ്രണയം മാത്രം പറഞ്ഞാൽ. ഞാൻ ഈ 67 റിലേഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ 67 റിലേഷന്റെ കാര്യം പറയുമ്പോഴും അതില് 2 മനസ്സിൽ തട്ടി സ്നേഹിച്ചതാണ്. ബാക്കിയെല്ലാം ജസ്റ്റ് ടൈം പാസ് ആയിരുന്നു. പന്ത് തട്ടുന്ന പോലെ ഞാൻ 6 അടിച്ചു വിടുമായിരുന്നു. എന്താണ് 6 അടി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ തിരക്കുന്നില്ല, ജസ്റ്റ് ടൈം പാസ് ആണ്. അല്ല, ഞാൻ ഒരു കാര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഒരു ടൈം പാസിന് വേണ്ടി പ്രണയിച്ചു എന്ന് ഇത്ര അഭിമാനത്തോട് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ജീവിതമുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ മനുഷ്യനാണ്. അപ്പൊ അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ കൊല്ലുകയും ചോദിക്കട്ടെ. എൻ്റെ പൊന്ന സഹോദര, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇവർ പറഞ്ഞ ഈ 67 പ്രണയം എന്ന് പറയുന്നത്? അവർ ചുമ്മാ എടുത്ത് തട്ടി വിടുന്നതല്ലേ. അതിലൊക്കെ കൂടി വന്ന ഒരു 4-5 അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതലൊക്കെ ഈ ബോഡി താങ്ങുമോ? ഇത്രയും പേരെ പ്രണയിക്കാനുള്ള സമയം ഇനി ഇവിടെ കിട്ടുന്നത്. 2 പേരെ പ്രണയിച്ചെന്ന് പറഞ്ഞാൽ സത്യമായിരിക്കും തോന്നുന്നു. കാര്യം അവരുടെ മുഖത്ത് ആ ഒരു
പറയുമ്പോൾ തന്നെ ഒരു വിഷമമുണ്ട്. രണ്ടുപേരെ അവർ പ്രണയിച്ച ഒരു പക്ഷേ ആത്മാർത്ഥമായിട്ടായിരിക്കാം. ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച അവർ എന്നതല്ല ഇപ്പോഴത്തെ പ്രണയമൊക്കെ അല്ലേ, ഇപ്പോഴത്തെ പ്രണയത്തിനൊക്കെ വളരെ കുറച്ച് ഒരു ബർത്ത്ഡേ ആണ് അതിന് വിഷ് ചെയ്തില്ലെങ്കിൽ തീരാവുന്ന ബന്ധങ്ങളേ ഉള്ളൊരു ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് ഫോൺ എടുത്തില്ലെങ്കിൽ തീരാവുന്ന ബന്ധങ്ങളേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ആയിരുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനൊരു പവിത്രത ഉണ്ടായിരുന്നത്. അതൊരു ജീവിക്കണം, ഒന്നിച്ച് വിവാഹം കഴിക്കണം, ഒന്നിച്ച് ജീവിക്കണം, അങ്ങനെയൊക്കെ ഒരു സങ്കല്പമൊക്കെ പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴുള്ള പ്രണയിക്കാത്ത പെൺകുട്ടികളെ കണ്ടു കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ചോദിച്ചാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 10 പ്രണയമെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനായിട്ട് അഭിമാനത്തോടു കൂടി പറയുന്നവരാണ്. ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, 67 പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഒരു മടിയില്ല കുട്ടിക്ക്, ഒരു മടിയില്ല. എനിക്ക് അത്രയും പ്രണയം ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാത്തൊരു കുട്ടിയാണ്. സോഷ്യൽ മീഡിയ വന്നേച്ചാണ് ഇത് പറയുന്നത്. 67 പ്രണയമുണ്ടായിരുന്നു, 2 ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു, അവരെന്നെ തേച്ചു, ബാക്കി 65 എണ്ണത്തിനെയും ഞാൻ തേച്ചു. എത്ര ഇതായിട്ട് പറയുമ്പം നാളെ സത്യം പറയും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നാളത്തെ ഭാവിയെ പറ്റി യാതൊരു ചിന്തയില്ല കേട്ടോ. ഇന്നത്തെ ദിവസം അത്ര മാത്രമേ ഉള്ളവർക്ക്. നാളെ ഇതുകൊണ്ട് ഇവരുടെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ, ഇവർക്കൊരു ലൈഫ് ഉണ്ടാകുമോ എന്നൊന്നും അവർക്ക് ചിന്തയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെ ഈ അഭിനയപ്രാന്ത് മൂത്ത് വരുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് അഭിനയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ എങ്ങും എത്താതെയും പോകാറുണ്ട്. പലർക്കും കഴിവില്ലേലും അവർക്ക് കഴിവുണ്ടെന്ന് അവർ സ്വയം പറഞ്ഞിറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറും കോമാളിയാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ആദ്യമേ വന്നാണ് പമ്പ എന്ന് പറഞ്ഞ് അവർ ആദ്യം വന്നപ്പോൾ ഭയങ്കര ഇതൊക്കെയായിരുന്നു അഭിനയൊക്കെ, ഡ്രസ്സൊക്കെ മാറുന്നത് ഭയങ്കര. ഓരോ ദിവസം കഴിയുന്തോറും അവർ വൾഗറായി സത്യം പറയുമ്പോൾ ഭയങ്കര മോശം ഒരു സ്റ്റൈലിലേക്ക് അവർ എത്തിയിട്ടുണ്ട്, മോശം സ്റ്റൈലിലേക്ക്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. എന്ത് ഇതിനു വേണ്ടിയാണ് ഇവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ചെറുപ്പം നാളോട്ടെ കല്യാണം എന്നുള്ള സാധനത്തിനോട് വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെ കെട്ടണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. കാരണം വെച്ചാല് നമ്മള് ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ട് പോയി, എല്ലാം ഇങ്ങനെ ടൈം പാസ് ആയിട്ടാണ് കണ്ടത്. പിന്നെ എന്നാലും നമ്മള് ടൈം പാസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്നവരും ടൈം പാസ് കളിക്കാനാണ് വന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് എന്താ പോരെ മാഷെ, ഇങ്ങോട്ട് പന്ത് ഉരുട്ടുമ്പോ തിരിച്ച് അങ്ങോട്ട് ഉരുട്ടാൻ പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ, എങ്കിലും അവിടെ ചേരുമ്പടി ചേരത്തുള്ളല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിതില് കൗണ്ടർ അറ്റാക്ക് ഒന്നും എനിക്ക് ചെയ്യാനില്ല. പറഞ്ഞത് വളരെയധികം പോയിന്റ് ആണ്. ഇങ്ങോട്ട് ടൈം പാസ് ആണെങ്കിൽ ഞാൻ തിരിച്ച് ടൈം പാസ് കൊടുത്തു. താങ്കൾ എടുത്ത് ടൈം പാസിന് വന്ന കാരണം തിരിച്ചും പല ഉദ്ദേശങ്ങളും ആയിരിക്കും വന്നേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് മാക്സിമം അന്നാ സമയത്ത് അങ്ങനെയൊക്കെ ആയിപ്പോയി, സിൻസിയർ ആണെന്നുള്ള രീതിക്ക് നമ്മൾ നിന്ന്. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ ആ ഒരു ഇത് കാണിക്കുന്നില്ല നമ്മളുടെ അടുത്ത്. അപ്പൊ താങ്കൾ ഈ 67 പേരിൽ എത്ര പേര് താങ്കളെ പറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 പറ്റിച്ചെന്ന് കൂട്ടാം. 60 പറ്റിച്ചു, ബാക്കി 7 നിങ്ങൾ പറ്റിച്ചു. പിന്നെ അത് അങ്ങനെയൊക്കെ ആയിപ്പോയി. സത്യാവസ്ഥ അറിയില്ല. ആണല്ലേ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയാവാ, പെണ്ണിനെ റിയലായിട്ട് സ്നേഹിക്കുന്നവൻ ആണാണെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ പെണ്ണിനെ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. നീ എന്തെടുക്കുവാണ്, നീ എവിടെയാണ്, നീ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യം അന്വേഷിക്കും. അത് സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രം. അല്ലാത്തവൻ ജസ്റ്റ് ടൈം പാസ് ആണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ല മറ്റു പലതുമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഉദ്ദേശം വേറെ ലെവലാ. പിന്നെ അവൻ അതിൽ കൺട്രോൾ ചെയ്യും, അവന്റെ വിളി കുറയും, മെസ്സേജ് കുറയും. പറയുന്നതൊക്കെ ചില സമയത്ത് എനിക്ക് ഇവരോട് പാവം തോന്നാറുണ്ട് കേട്ടോ, പാവം തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഇവർ വർത്തനം കേൾക്കാൻ നമുക്ക് തോന്നും പാവം പെട്ടുപോയതാണ് ഇതിലൊക്കെ എന്നൊക്കെ തോന്നും. പിന്നെ പ്രണയത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നതൊന്നും അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ സ്നേഹമുള്ളൂ, എപ്പോഴും അന്വേഷിക്കുന്നവർക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോ മനുഷ്യരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നമ്മളെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും നമ്മളെ എപ്പോഴും ഭയങ്കര കെയർ തരുന്നവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. അതേസമയം നമ്മളെ ഒരുപാട് അവർ നല്ല കെയർ അവർ തരുന്നുണ്ട് നമുക്ക്, പക്ഷേ അവർക്കത് അഭിനയിച്ച് കാണിക്കാൻ അറിയത്തില്ലായിരിക്കും. അവർക്ക് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അവർ നമ്മുടെ കൂടെ കാണുമായിരിക്കും. അങ്ങനെയുള്ളതുകൊണ്ട് അല്ലാതെ എപ്പോഴും വിളിച്ച് നീ എവിടെയാണ്, എന്നാണ്, നീ എങ്ങോട്ട് തിരിഞ്ഞു, നിൻ്റെ കൂടെ ആരാണ്, അങ്ങനെ വരുന്ന കുറേ ഭ്രാന്ത് പിടിച്ചതുങ്ങളുണ്ട്. അത് ശരിക്കും സ്നേഹമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രണയം ഇപ്പോഴത്തെ കാലത്തെ പ്രണയം എന്നല്ല, എപ്പോഴും പ്രണയം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വളരെ കുറച്ച് നേരം മതി നമുക്ക് അവരോട് സംസാരിച്ചാൽ മനസ്സിലാകും ഇത് ശരിയായിട്ടുള്ള സ്നേഹമാണോ അതോ അവർക്കൊരു നേരം ഇപ്പോൾ കാണുമോ എന്നുള്ളത് വളരെ കുറച്ച് നേരം നമുക്ക് സംസാരിക്കാൻ മനസ്സിലാകും. പിന്നെ ഒരുപാട് കെയർ തരുന്നവർക്ക് മാത്രമേ സ്നേഹമുള്ളെന്ന് പറയുന്നതിലും കാര്യമില്ല. ചിലർക്ക് ഉള്ളിൽ മാത്രമായിരിക്കും സ്നേഹം, പുറത്തോട്ട് പ്രകടിപ്പിക്കാൻ അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അല്ലാതെ എപ്പോഴും വിളിച്ച് ചോദിച്ചു എടുത്തു എന്ന് പറഞ്ഞ് അതൊക്കെ ആയിരിക്കും പുള്ളിക്കാരുടെ സങ്കല്പം. പിന്നെ ചെറുപ്പം മുതലേ കല്യാണത്തിനോടൊന്നും അങ്ങനെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. സിനിമാ പ്രാന്ത് തലയിൽ കയറിയിട്ട് സിനിമയിൽ അഭിനയിക്കണം, സിനിമ നടിയാകണം, അങ്ങനെ 4 പേർ എന്നെ അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഇതുപോലെ പണ്ടും ഉണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടുമൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ പുറകെ നടന്ന് ജീവിതം കളഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇത്രയൊന്നും പുരോഗമിച്ചിട്ടില്ല, ഇത്രയൊന്നും ആൾക്കാരൊന്നും സോഷ്യൽ മീഡിയ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു റീൽ ചെയ്യാനോ ഒന്നും ഉള്ള ഇതായിട്ടില്ല. ഇപ്പം പക്ഷേ ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് വന്നൊരു ഒരു വീഡിയോ ഇടുകയോ അല്ലെങ്കിൽ അങ്ങനെ റീൽ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പണ്ട് സിനിമ എന്ന് പറഞ്ഞ് നടന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക്
അഭിനയിക്കാൻ കഴിവില്ലേ പോലും ചിലർ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. നമ്മൾ ചില ഓഡീഷനൊക്കെ കാണാറുണ്ട്, പാട്ട് പാടുന്നതിൻ്റെ അഭിനയിക്കുന്നതിൻ്റെയൊക്കെ. അത് കാണുമ്പം അവരെ കോമാളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. പാട്ട് പാടുന്നതാണേലും കോമാളിയാക്കുന്ന നമ്മുടെ അവരുടെ പേര് മറന്നു, മ്യൂസിക് ഡയറക്ടർ മറന്നു, രണ്ടുപേരുടെ അവർ രണ്ടുപേരും ഇരുന്ന് ഒരുപാട് പേര് പാട്ടിൻ്റെ ഇതിന് ഓഡിഷൻ നടന്നിട്ടുണ്ട്. ഓരോ കുട്ടികളെയും ശരിക്കും അവരുടെ വിചാരം അവർ ഭയങ്കര പാട്ടുകാരാണ്, അവർക്ക് പാടാൻ ഭയങ്കര കഴിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അവർ കാണിക്കുമ്പോൾ അവരെ കളിയാക്കി ചിരിക്കുന്നതും എന്നിട്ട് അത് പുറത്തേക്ക് വിടുക, അങ്ങനെയുള്ള വീഡിയോസൊക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യരെ വെറും കോമാളികളായിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ കലാകാരന്മാരാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ഇനി ശ്രമിക്കണം. എന്നാൽ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പാടാൻ കഴിവില്ല. നമുക്ക് മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും പാടാനോ അഭിനയിക്കാനോ അങ്ങനെ എല്ലാ കഴിവുള്ള മനുഷ്യർ അപൂർവങ്ങളേ ഉള്ളൂ. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വരദാനം തന്നെയാണ് ഈ അഭിനയവും ഈ ഒരു പാടാൻ കഴിയുക എന്നൊക്കെ പറയുന്നത്. അത് എല്ലാം ചിലർ നമുക്കറിയാം, എത്ര അഭിനയിച്ചാലും അവരുടെ മുഖത്ത് ഒരു ഭാവവും വരത്തില്ല. അങ്ങനെ അതേസമയം അവർക്ക് മറ്റെന്തെങ്കിലും ഒരു കഴിവ് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. മറ്റെന്നതെങ്കിലും, ഒന്നെങ്കിൽ അതുപോലെ പഠിക്കാനായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റെന്നതെങ്കിലും ടെക്നിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ആയിരിക്കും. അങ്ങനെ ഒരുപാട് മനുഷ്യർക്കെല്ലാം ദൈവം തമ്മിൽ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഇതിലൂടെ ആയിരിക്കില്ല പലപ്പോഴും മനുഷ്യർ പോകുന്നത്. മനുഷ്യർ അവർക്ക് അതിമുഖം മൂത്ത് എല്ലാവർക്കും പേരും പ്രശസ്തിയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അറിയും ഇവരെ. അത് ഈ അഭിലാഷ് ഏട്ടായതിൻ്റെ പല വീഡിയോസും കണ്ടാൽ നമുക്കറിയാം കേട്ടോ. ഈ പെൺകുട്ടികളൊക്കെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചേച്ച് അവിടെ ഒന്നും ആരും ഇല്ല, എന്നിട്ട് പറയും മാറി നിൽക്കുക, സൂപ്പർ സ്റ്റാറാണ് വരുന്നത്, മാറി നിൽക്കുക, ആര് ശല്യം ചെയ്യലും, നിങ്ങളോടല്ലേ പറഞ്ഞ വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞാൽ അവിടെ വല്ല മതിലും ആയിരിക്കും ഉള്ളത്, മതിൽ നോക്കിക്കണ്ട പറയുന്നത്. അതുപോലെ ഈ പുള്ളിക്കാരിയെ കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ, നിങ്ങൾ അവരെ ശല്യപ്പെടുത്തരുത്, മാറിയുന്നേ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇതൊക്കെ ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് ഇവർ കാണിക്കുന്നത്. അഭിലാഷ് ഏട്ടായതിൻ്റെ കൂടെ ഏത് പെൺകുട്ടികൾ അഭിനയിച്ചാലും ഭയങ്കര നെഗറ്റീവാണ്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അഭിലാഷ് ഏട്ടായൻ കാണിക്കുന്ന രീതിയും കൂടെ കൊണ്ടാണ്. അങ്ങേര് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങേര് ഓരോ നടിമാരെ കൊണ്ടുവന്ന് വെച്ച് കാണിക്കുന്ന മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അവിടെ അഭിനയമാണ് നടക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല, വേറെ എന്തൊക്കെയോ നടക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലുള്ള കോലഘട്ടലാണ് ഇവർ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഇവരുടെ നല്ലൊരു വീഡിയോസോ റീലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ അലൻ്റെ വീഡിയോസ്. അലൻ പിന്നെയും ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്നത്, അങ്ങനെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ചിലതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ അഭിലാഷ് ഏട്ടായത്തിൻ്റെ ഒരു ആൽബം പോലും ഞാൻ കണ്ടിട്ടില്ല. ഒന്നും ഇങ്ങനെ ഈ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറേ വീഡിയോസ് മനുഷ്യരിലേക്ക് മോശമായിട്ട് ഇറങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ അഭിലാഷ് ഏട്ടായത്തെ. പുള്ളി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തേ ഉള്ളൂ, അല്ലാതെ ഒരു നല്ലതായിട്ട് അത് ഈ റിയ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്. അഭിലാഷ് ഏട്ടായത്തിൻ്റെ ഒരു രീതി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അഭിലാഷ് ഏട്ടായത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവോ, പേടിയുണ്ടോ? പുള്ളിക്കാരനെ ഞാനെന്തിനാ പേടിക്കുന്നേ? പുള്ളിക്കാരന്റെ മനുഷ്യനല്ലേ, പിന്നെ ഞാനെന്തിനാ പുള്ളിക്കാരനെ കണ്ട് പേടിക്കുന്നത്? എന്തിനാ ഞാൻ ഇത് ചോദിക്കാനുള്ള റീസൺ, കമന്റ് ബോക്സിൽ ഒരു വലിയൊരു മെസ്സേജ് വന്നു. അതായത് ഒരു അത്യാവശ്യം ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് ഇവന്റെ കൂടെ ഡാഷിന്റെ കൂടെ ഒക്കെ എന്തിനാ അഭിനയിക്കുന്നത്, നീ അവന്റെ കൂടെ സെറ്റപ്പ് ആണോ, കൂടെ കിടക്കുന്നു കൊടുക്കുന്നുണ്ടോ, ഫെയിമിന് വേണ്ടിയിട്ടാണോ, അങ്ങനെ പല രീതിയിലും ഞാൻ കമന്റ് എടുത്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി ആ കമന്റ് ഇവിടെ പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു തല്ലുകൊള്ളി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അഭിലാഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ നോക്കി കണ്ട് റീൽസ് ചെയ്തോ, അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ എന്ത് ചെയ്യടാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ ഒരു കരടിക്കുട്ടീനെ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ നേരെ തിരിച്ചു ഞാൻ വിളിച്ചില്ല, ഇതിപ്പോ ഒരു ഇന്റർവ്യൂ ആയി പോയത് കൊണ്ടാണ് ഞാനിപ്പോ ക്ഷമിച്ചിട്ടാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ തിരിച്ചു അവന്റെ റിപ്ലൈ കൊടുത്തില്ല. എനിക്ക് പോലെ കുറെ എണ്ണങ്ങളുണ്ട്, വേറെ പണിയൊന്നുമില്ല, മൊബൈൽ ഫോൺ കയ്യിലെടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് അങ്ങോട്ട് ചൊറഞ്ഞങ്ങോട്ട് വിടാലോ, അതുമായിട്ട് പിള്ളേർ കാണിച്ച് കൂട്ടുന്ന ഒരു പരിപാടികളാണ്, അത്രേ ഉള്ളൂ. നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടിക്കുക, അതിന്റെ ഇതിൽ തന്നെ നമ്മളങ്ങോട്ട് ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ കാണിക്കുന്നതിന് ചിലപ്പം എത്ര നല്ല മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചിരുന്നാലും ചിലർ വന്നിച്ച് അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ്, എന്നതെങ്കിലൊക്കെ മോശമായിട്ട് വരും. ഇപ്പം തന്നെ മഞ്ജുപിള്ളയുടെ മോളുടെ ആ ഒരു കാര്യം, അത് പോസിറ്റീവും നെഗറ്റീവും പറയുന്നവരുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നുണ്ട് ആ ഒരു വേഷം ആ കൊച്ചു ധരിച്ചത്. പക്ഷേ അത് നമ്മൾ ഈ മലയാളികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മലയാളികളുടെ ഒരു സങ്കല്പമുണ്ട് പെൺകുട്ടികൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കുക. അത് പൊതുവെ മലയാളികളുടെ ഒരു കാഴ്ചപ്പാടാണത്. പ്രത്യേകിച്ച് മഞ്ജു ചേച്ചിയെ പോലുള്ള ഒരു വ്യക്തിയുടെ ഒക്കെ മോള് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും കൂടെ കാണുമ്പോഴത്തേക്ക്, കാര്യം അവരൊക്കെ ഭയങ്കര സംസാരത്തിൽ ഭയങ്കര പുരോഗമനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ ഇപ്പോഴും ഒരു നാടൻ രീതിക്കുള്ള കാര്യങ്ങളൊക്കെയാണ്. മഞ്ജു ചേച്ചി ആണെങ്കിലും ഡ്രസ്സിങ്ങിലും കാര്യങ്ങളും അവരൊരിക്കലും ഒരു വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു മൈൻഡിലൂടെയാണ് ആ മകളും വരുന്നത് എന്നുള്ളത്. പക്ഷേ ആ കുട്ടിയുടെ നമ്മൾ ഇതൊക്കെ കണ്ടാൽ അത് എല്ലാ വേഷം ഇടുന്നുണ്ട്, നൈറ്റ് ഇട്ടുണ്ടെങ്കിൽ നൈറ്റ് ഇട്ടുകൊണ്ട് അത് റീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ എടുത്ത് വെച്ച് അങ്ങ് അലക്കുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു അത് ഒത്തിരി ഇതായിട്ട്. അപ്പോൾ അതിനൊക്കെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റ് ഉണ്ട്. പുതിയ തലമുറ അതിനെ ഉൾക്കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞു. അവരതിനെ ഉൾക്കൊള്ളുന്നു, കാണുന്നവരുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് ആ കുട്ടിയെ ഡ്രസ്സ് ഇട്ടേക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ എനിക്ക് അതിനോട് പൂർണ്ണമായിട്ടൊന്നും യോജിപ്പൊന്നുമില്ല. കാര്യം നമ്മൾ ഡ്രസ്സ് മാന്യമായിട്ട് ധരിക്കുക, അത് നമ്മുടെ ഒരു കൾച്ചറാണ്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയുന്നത്. പിന്നെ കാലം പുരോഗമിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഏത് തോന്നിവാസം കാണിക്കാമെന്നൊന്നും ഇല്ല, കാണിക്കുന്നവർ കാണിക്കും, അത്രയേ ഉള്ളൂ. അത് എതിർക്കുന്നവർ എതിർത്തുകൊണ്ടിരിക്കും, അവരവരുടെ രീതിക്കൂടെ അവരും പൊയ്ക്കൊണ്ടിരിക്കും. അഭിലാഷ് ഏട്ടായത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, നെഗറ്റീവ് കമൻറ്റ് വന്നെന്ന് പറഞ്ഞാൽ അഭിലാഷ് ഏട്ടായത്തിൻ്റെ വീഡിയോസ് പലപ്പോഴും നമുക്ക്
ഭയങ്കര വെറുപ്പ് തോന്നുന്ന വീഡിയോസ് ഉണ്ട്. വെറുപ്പ് തോന്നുന്നത് കാര്യം പുള്ളിക്കാരൻ ഏത് നടിമാരെ കൊണ്ടുവന്നാലും മാങ്ങ പറിക്കാം. പിന്നെ ആ മിനിമോളോ അങ്ങനെയാണ് പറഞ്ഞാൽ പുള്ളിക്കാരി വെച്ച് എന്നതൊക്കെയാണ് കാണിച്ചേക്കുന്നതെന്ന് അറിയാം. വളരെ മോശമായിട്ട് കാര്യം പുള്ളിക്കാരനോട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു മോശം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിൻ്റെ അങ്ങേ അറ്റം വരെ പോകുന്ന രീതിക്കുള്ള കാണിച്ചിരിക്കും. അതാണ് പുള്ളി. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് നെഗറ്റീവിലൂടെ വൈറലാകാൻ വേണ്ടിയാണ് പുള്ളി കിടന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത് കാണുന്ന ഓഡിയൻസിന് അത് ഇഷ്ടമാകണമെന്നില്ല. അവരന്നേരം ഓരോന്നും പറഞ്ഞിരിക്കും. പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കമൻറ്റ് ഇടുന്നവർക്ക് കുറ്റമാകും. പൊതുജനം പലവിധം അവർക്ക് ഇഷ്ടമുള്ളത് പറയാം. അവരുടെ ഫോൺ എടുത്ത് വെച്ച് കമൻറ്റ് ഇടുന്നെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിച്ചെന്നിരിക്കും. കാര്യം അവർ പൈസ മുടക്കി, അവർ നെറ്റും ചാർജ് ചെയ്ത്, അവർ ഫോൺ ഓണാക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതാണ് വരുന്നെങ്കിൽ അവർ ചിലപ്പോൾ കമൻറ്റ് ഇട്ടെന്നിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് തട്ടിവിട്ട് പോകാനുള്ള ഓപ്ഷനും ഈ ഫോണിനകത്ത് തന്നെ ഉണ്ട്. ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. സിനിമയ്ക്ക് വേണ്ടി കല്യാണം പോലും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. ഇപ്പോഴും കെട്ടിയിട്ടില്ല. അത്രയും പ്രണയിക്കുന്ന, അത്രയും ആത്മാർത്ഥത കൊടുക്കുന്നതാണ് സിനിമ ഫീൽഡ്. എന്റെ ജീവനാണ് ആ ഒരു ഫാഷൻ. അപ്പം ദൈവത്തിന്റെ കരങ്ങളിൽ ഇതെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ എത്തട്ടെ, ജീവൻ അവസാനിക്കും മുമ്പായിട്ടെങ്കിലും എത്തട്ടെ എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. സിനിമയിലേക്ക് ഭ്രാന്ത് പിടിച്ച് വരുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ ലൈഫ് പോലും അവർ മാറ്റി കളഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. ഞാൻ ഇവരെ നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ ഇവരെ കളിയാക്കാനോ എടുത്ത വീഡിയോസ് അല്ല. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. ലൈഫ് പോലും മാറ്റി വെച്ച് അവർക്ക് സിനിമ എന്നൊരിതിലേക്ക്, ചിലപ്പോൾ നല്ല പഠിച്ച് വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളായിരിക്കും, അവർക്ക് അതുകൊണ്ടൊരു ജോലി ജീവിക്കണമെന്നല്ല അവർക്ക് ആഗ്രഹം. അവർക്ക് ഈ ഫീൽഡിന് വേണ്ടി നടക്കുന്ന, ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഒരു പകുതി മുക്കാലും അവർ അതിനുവേണ്ടി ചിലവാക്കും. അത് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് തിരിച്ചറിവ് തുടങ്ങുന്നത്. അന്നേരം ഇവരുടെ ലൈഫ് ഒരുപാട് കടന്നു പോയിട്ടുണ്ടായിരിക്കും. അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അങ്ങനെ കുറേ പേരുണ്ട്. സിനിമാ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞത് ഒരു ലക്കാണ്. കയറി വന്നാൽ വന്നു, അത്രയേ ഉള്ളൂ. എത്രയോ നടിമാരുണ്ട് വന്ന് അഭിനയിച്ച നല്ല ഹിറ്റ് സിനിമയിലൊക്കെ വന്നിട്ട് പിന്നീട് വേറെ ഒരു പടത്തിലും നമ്മൾ കാണാതെ പോകുന്ന നടിമാരുണ്ട് ഇല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ഇതുപോലെ ഇവരെയൊക്കെ മുതലെടുക്കുകയും ചെയ്തുള്ളൂ. കൂടുതലും ഇങ്ങനെയുള്ളവരൊക്കെ ഇതിനുവേണ്ടി ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ മുതലെടുക്കും കുറേ പേര്. അപ്പൊ ഇത് ഷാട്ടായത്തിനെ കണ്ടുമുട്ടിയത് അവിടെ നിന്നാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയത്. അതിന് ഷാട്ടായത്തിന്റെ കൂടെയുള്ള വീഡിയോസ് ആണ് വല്ലാതെ ട്രോളി ആൾക്കാർ കൊന്നുകൊണ്ടിരിക്കുന്നത്. പോരാത്തിന് അതിന്റെ കമന്റ് ബോക്സിലെ കമന്റുകൾ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് തീരില്ല. അത്രയും ചിലത് തമാശയായിട്ടും ചിലത് ഭയങ്കര ടോക്സിക് രീതിയിലുള്ള കമന്റുകളും തെറിവിളിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പം പുള്ളിക്കാരനുമായിട്ട് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ട്രോള് വരുന്നുണ്ട്. ഒരുപാടധികം. കാരണം ഇവിടെ നിന്ന് പറയാനും പറ്റത്തില്ല, മാതിരി വൃത്തിയായിട്ട രീതിക്കുള്ള കമന്റുകളാണ് വരുന്നത്. പിന്നെ നമ്മളൊരു ലിമിറ്റ് വിട്ട് അങ്ങോട്ട് പോയില്ല. ഒരു പരിധി ഉണ്ടല്ലോ റീൽസ് ചെയ്യുന്നതിന്. അപ്പൊ ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമ്മൾ കിടക്കാറില്ല. പക്ഷെ എന്നാലും പുള്ളിക്കാരന്റെ ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ചില സമയത്തൊക്കെ പുള്ളിക്കാരനെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കണ്ടന്റ് ചെയ്യാനായിട്ട് തോന്നത്തില്ല ചില സമയത്തൊക്കെ. പുള്ളിക്കാരൻ എന്താ വെച്ചാൽ ഒരു കാര്യം തന്നെ ഇങ്ങനെ 100 തവണ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കപ്പൊ അതൊരു മടുപ്പായിട്ട് തോന്നും. അങ്ങനെ പക്ഷെ കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വിട്ട് ഞാൻ അങ്ങോട്ട് പോവാറില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം വെച്ചാൽ ഞാനൊരു പുള്ളിക്കാരൻ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. ഒരു കുടുംബം നയിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണ്. താങ്കൾക്ക് അതിൽ ചീത്തപ്പേരുണ്ടാവും എന്ന് പേടിച്ചുകൊണ്ടാണോ? നമ്മള് ഒതുങ്ങണ്ടെടുത്ത് കുറച്ച് ഒതുങ്ങി നിൽക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിലൊക്കെ ഒരു ലിമിറ്റ് ഇട്ട് നിൽക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ വരുന്ന കുറേ ഇങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ആൾക്കാർക്ക് കാണാൻ കൊള്ളാവുന്നതായിരുന്നേനെ. ഇപ്പം ഇവർ പറയുന്ന പോലെ തന്നെ ഈ അഭിലാഷ് ചേട്ടത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അഭിലാഷ് ഒത്തിരി മോശമായിട്ടുള്ള കണ്ടന്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. എന്നിട്ട് അവരോട് പറയും സിനിമാ ഫീൽഡിലേക്ക് ഞാനൊരു പുതിയ നായികയെ കൊണ്ടുവന്നു, ദിലീപേട്ടനെ പോലെ ഞാൻ പുതിയ നായികമാരെ കൊണ്ടുവരുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇവരെ പറഞ്ഞ് ഇതാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഒരു ശകലം പോലും ബോധവും വിവരവും ഇല്ലെന്നാണ്. ഇപ്പോൾ ഈ റിയ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊക്കെ ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങണം. അങ്ങനെ നിന്നാലേ ഉള്ളൂ. അവരും കല്യാണം കഴിച്ചിട്ടില്ല. അഭിലാഷിന് ഒരു കുടുംബം ഉള്ളതാണ്. അഭിലാഷിന് കുടുംബം ഉണ്ടെന്നും അഭിലാഷിൻ്റെ രീതി കണ്ടാലൊന്നും തോന്നത്തൊന്നുമില്ല. പക്ഷേ അഭിലാഷ് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു, അഭിലാഷിൻ്റെ ഫാമിലി അഭിലാഷ് പറഞ്ഞു കൊടുത്തേക്കുന്നത് ബിഗ് ബോസിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ പറ്റുമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ കയറാനും പറ്റിയതെന്ന് അഭിലാഷ് പറയുന്നതായിട്ട്. എന്ന് പറഞ്ഞില്ല ബിഗ് ബോസിലേക്ക് കയറാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഏത് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റത്തില്ല. റിയയുടെ എല്ലാ വീഡിയോസും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. ചില വീഡിയോസൊക്കെ വൾഗറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്താഗതി ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. എല്ലാത്തിനും ഓവറായി കഴിയുമ്പോഴാണ് നമുക്ക് വെറുപ്പായി പോകുന്നത്. ഏതും ഓവറായി കഴിയുമ്പോഴത്തേക്ക് അഭിനയിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാലും അവരുടെ ആഗ്രഹം ഉള്ളിലെടുത്തോളം കാലം അവർക്കൊരു കലാകാരിയാകാൻ പറ്റും. നമ്മൾ ആ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കുന്നോളം അവർ ആഗ്രഹിച്ച പക്ഷേ ഒരു കോമഡി ചെയ്യാൻ ഒരു ഓക്കെയാണ് കേട്ടോ. അവർ ആ ഒരു പോലീസ് വേഷത്തിൽ കിടന്ന് ചെയ്യുന്നപ്പോഴത്തേക്ക് ഈ മനസ്സിലായി കോമഡി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ അവർക്ക് കഴിവുണ്ട്. അല്ലാതെ ഒരു സീരിയസ് ക്യാരക്ടർ ഞാൻ അറിയില്ല അവർക്ക് കൊടുത്താൽ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാണേലും ഇവർ ഈ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ചുമ്മാ ഒരു രസം അത്രേ ഉള്ളൂ. എന്നും രേണുസുതി മറ്റതും മറിച്ചതും വലിയ പ്രശ്നവും രേണുസുതിയുടെ രോഗത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറേ ഇതൊക്കെയല്ലേ.
ഇന്നിപ്പോൾ ഇങ്ങനെ ഇടാട്ടെ എന്ന് ഓർത്ത് ചുമ്മാ ഇച്ചിരി ചിരിക്കത്തില്ലേ? ഒരാളെങ്കിലും ചിരിച്ചില്ലേ ഈ ഒരു വീഡിയോ കണ്ടിട്ട്? ആ ഒരു പോലീസ് വേഷത്തിൽ അവർ കിടന്ന് ഇടി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ ഒരാളെങ്കിലും ചിരിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അത്രയും മതി. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.